ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇന്ന് രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ടേസ്റ്റിയാണ്. പോരാത്തതിന് റോ വെജിറ്റബിൾസ് ആണെന്ന് വെച്ചാൽ ചൊവയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് പടവലാണ്, ബേബി പടവലത്തിൻ്റെ പകുതി എടുത്താൽ മതി, കാപ്സിക്കത്തിൻ്റെ ഒരു പകുതി, പിന്നെ ഒരു ടൊമാറ്റോ, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ആൻഡ് കുറച്ച് മല്ലിയില, ഒരു നാരങ്ങയുടെ നാലിലൊന്ന് മതിയാവും. അതെല്ലാം എടുത്ത് നമ്മൾ കുഞ്ഞതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് നമ്മളൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് കടുക് വറക്കലാണ്. ഇത്രയേ ഉള്ളൂ പണി. ഒലിവ് ഓയിൽ എടുക്കുക. ഒലിവ് ഓയിൽ ഒരു 1.5 സ്പൂൺ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, നെയ്യായാലും കുഴപ്പമില്ല. അതിൽ 1/2 ടീസ്പൂൺ വീതം കടുക്, ഉഴുന്നുപരിപ്പ് ആൻഡ് ഒരു മുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇട്ടൊന്ന് താളിക്കാം. അത് കഴിഞ്ഞ് നമ്മൾക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ചെരിഞ്ഞ് കഴിഞ്ഞിട്ട് സ്റ്റൗ എന്തായാലും ഓഫ് ചെയ്യണം. സ്റ്റൗ പിന്നെ കത്തിക്കാനേ പാടില്ല. റോ വെജിൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് അതുകൊണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് തേങ്ങ ചെരുകിയത് ചേർക്കാം. കുറച്ച് തേങ്ങ മതി, ഒരു വലിയ സ്പൂണ് അല്ലെങ്കിൽ 2 സ്പൂൺ തേങ്ങ മതിയാവും. പിന്നെ നാരങ്ങാനീര് 1 സ്പൂൺ നാരങ്ങാനീര് വേണം കേട്ടോ. ഇത് നല്ല നാരങ്ങ ആയതുകൊണ്ട് എൻ്റെ വീട്ടിലുണ്ടാവുന്ന നാരങ്ങ തന്നെയാണ്, ജ്യൂസ് നല്ല പോലെ ഉണ്ട്. പിന്നെ കുറച്ച് ഉപ്പാണ് ഉപയോഗിക്കുന്നത്. ഞാൻ റോക്ക് സാൾട്ടാണ്, അതായത് പിങ്ക് സോൾട്ട് പറയും. നമ്മൾ സാധാ സോൾട്ട് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹെൽത്തി റീച്ച് ആക്കാനായിട്ട് ഞാനൊരു ബുൾസൈ കൂടി ദിവസം രാവിലെ എടുക്കാറുണ്ട്. അപ്പോൾ ഒരു കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് ബുൾസൈ ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ ഹെൽത്തി റീച്ച് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഇത് ഡയബറ്റിക് ഉള്ളവർക്ക് ഷുഗറൊന്നും കൂടാതിരിക്കാനും പെട്ടെന്ന് വിശക്കാതിരിക്കാനും നല്ലതാണ്. ഹെൽത്ത് നോക്കുന്നവർക്ക് വെയിറ്റ് ലോസിന് നല്ലതാണ്. പിന്നെ ഹെൽത്തിയാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്, പച്ചമണം ഒന്നുമില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.